റോക്കിയും ജോബിയും നേരെ ജ്വാലയുടെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. അവിടെ വിരുന്നിൻ്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു. മുറ്റത്ത് പന്തൽ അഴിച്ചിരുന്നില്ല. അത്യാവശ്യം ആളുകളും അശ്വതിയുടെ വീട്ടുകാരും ഉണ്ടായിരുന്നു. ആ തിരക്കിലേക്കാണ് റോക്കി വന്നിറങ്ങിയത്. അവനെ കണ്ടതും സൂര്യനും മഹിയും പവിയും സച്ചിനും ഇറങ്ങി വന്നു. എൻ്റെ പെണ്ണിനെ ഞാൻ അറിയാതെ കല്യാണം നടത്തിവിട്ടു അല്ലേ? അവളെ ഞാൻ അവിടെ നിന്ന് പൊക്കും. എനിക്ക് വേണം എൻ്റെ പെണ്ണിനെ. റോക്കി മുരണ്ടു. നിന്റെ പെണ്ണോ? മഹി കോപം കൊണ്ട് വിറച്ചു. സച്ചിൻ റോക്കിയെ പിടിച്ചു തള്ളി. റോക്കി വർദ്ധിച്ച കോപത്തോടെ സച്ചിന് ഒരിടി കൊടുത്തു. അവൻ ഒരടി പിന്നിലേക്ക് നീങ്ങിപ്പോയി. അതുകണ്ട് സൂര്യനും മഹിയും പവിയും റോക്കിയെ വളഞ്ഞിട്ട് തല്ലി. സച്ചിനും കൂടി. അതുകണ്ട് ജോബി ജിപ്സിയിൽ തന്നെ പേടിച്ചരണ്ട് പതുങ്ങിയിരുന്നു. ഇടികൊണ്ട് റോക്കി ഒരു പഴംതുണി കെട്ടുപോലെ താഴെ കിടന്നു. ജോബി പതുക്കെ ഇറങ്ങി വന്നു റോക്കിയെ വലിച്ചു പൊക്കി ഒരു വിധത്തിൽ വണ്ടിയിൽ കയറ്റി ഓടിച്ചുപോയി. അങ്ങനെ റോക്കി പിന്നെയും ആയുർവേദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ജ്വാലയും അർജുനും ഒരുങ്ങി താഴെ വരുമ്പോൾ എല്ലാവരും ഇറങ്ങാൻ തയ്യാറായി ഹാളിൽ ഉണ്ടായിരുന്നു. ഡാർക്ക് ഗ്രീൻ കളർ പട്ടുസാരിയായിരുന്നു ജ്വാല ധരിച്ചത്. അർജുൻ അതേ കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇൻ ചെയ്തു വെൽ ലുക്കിൽ ആയിരുന്നു. അർജുൻ ഒരു ട്രാവലർ വാൻ ബുക്ക് ചെയ്തിരുന്നു. അത് പുറത്തു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 10:30 എല്ലാവരും വണ്ടിയിൽ കയറി ജ്വാലയുടെ വീട്ടിലേക്ക് തിരിച്ചു. 12 മണിയോടടുത്ത് അവർ ജ്വാലയുടെ വീട്ടിലെത്തി. സൂര്യൻ അർജുനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. മഹിയും പവിയും സഞ്ജയെയും അക്ഷയെയും സ്വീകരിച്ചു. സീതയും അശ്വതിയും സ്ത്രീകളെയും സ്വീകരിച്ചു. എല്ലാവരും അകത്തു സ്വീകരണ മുറിയിലിരുന്നു. എല്ലാവരും അശ്വതിയെ പരിചയപ്പെട്ടു. ജ്വാലയും അശ്വതിയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴേക്കും എല്ലാവർക്കുമുള്ള ജ്യൂസുമായി സീത എത്തി. അർജുൻ ജ്വാലയ്ക്ക് കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കിട്ടിയ ഫോട്ടോസ് നോക്കുകയായിരുന്നു. പിന്നെ അഭിനന്ദിക്കുമ്പോൾ പോലെ അവളെ ചേർത്ത് പിടിച്ചു. അവൾക്ക് കിട്ടിയ മെഡലുകളെല്ലാം സ്വീകരണ മുറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. എല്ലാവരും വീടും ചുറ്റുപാടും നടന്നു കണ്ടു. അർജുന് ആ വീടും പരിസരവും ഒരുപാട് ഇഷ്ടമായി. പിന്നെ ജ്വാല തൻ്റെ റൂമിലേക്ക് നടന്നു. പിന്നാലെ അർജുനും. ഇതാണോ നിൻ്റെ റൂം? ചുറ്റും നോക്കിക്കൊണ്ട് അർജുൻ ചോദിച്ചു. അവൾ മൂളി. അവൾ തൻ്റെ ബുക്കുകളും ഡ്രസ്സും ഒരു ബാഗിൽ പാക്ക് ചെയ്തു വെച്ചു. അർജുനും സഹായിച്ചു. പിന്നെ തൻ്റെ അലമാരയുടെ ലോക്കറിൽ നിന്ന് തൻ്റെയും അർജുൻ്റെയും ഫോട്ടോ എടുത്തു വെച്ചു. അത് കണ്ട് അർജുൻ അത്ഭുതപ്പെട്ടു. അന്നത്തെ സെൽഫിയല്ലേ ഇത്? ഇത് കോപ്പി എടുത്തിരുന്നോ? അവൻ ചോദിച്ചു. അതൊക്കെ വലിയ കഥയാ, പിന്നെ പറയാം. ഓക്കെ, അവൻ സമ്മതിച്ചു. സഞ്ജയും അക്ഷയും മഹിയും പവിയും സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഡൽഹിക്ക് മടങ്ങിപ്പോകും. നിങ്ങൾ 2 ദിവസത്തിനകം അങ്ങോട്ട് വരില്ലേ? സഞ്ജയ് ചോദിച്ചു. മറ്റന്നാൾ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിക്കും. ഫ്ലൈറ്റിനാണ് വരുന്നത്. അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് തിരിച്ചു വരും, മഹി പറഞ്ഞു. 2 ദിവസം അവിടെ നിന്നൂടെ? സഞ്ജയ് ചോദിച്ചു. ആലോചിക്കാം, പവി പറഞ്ഞു. സഞ്ജയ്ക്ക് സന്തോഷമായി. 12:30 എല്ലാവരും മുറ്റത്ത് പന്തലിൽ ഫുഡ് കഴിക്കാനിരുന്നു. ജ്വാലയുടെ അടുത്ത് അർജുൻ ഇരുന്നു. അവൻ്റെ അടുത്ത് സൂര്യനും അശ്വതിയും. മറ്റുള്ളവർ മറ്റു ടേബിളിലായിരുന്നു. കാറ്ററിംഗ് സർവീസുകാർ വിളമ്പിക്കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞു. 2 മണിയോടെ അർജുനും ജ്വാലയും മറ്റുള്ളവരും പോകാനിറങ്ങി. സൂര്യൻ ജ്വാലയുടെ ലഗേജ് കാറിൻ്റെ ഡിക്കിയിൽ എടുത്തു വെച്ചു. ജ്വാല സൂര്യനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഇങ്ങനെ കരയല്ലേ, മറ്റന്നാൾ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് വരും. സൂര്യൻ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്തു. പിന്നെ വണ്ടിയിലേക്ക് കയറ്റി. ഡൽഹിയിൽ വെച്ച് കാണാം. അർജുനും എല്ലാവരോടും യാത്ര പറഞ്ഞു വണ്ടിയിൽ കയറി. അക്ഷയയുടെ വീട്ടിലെത്തിയത് മുതൽ എല്ലാവരും തങ്ങളുടെ ഡ്രസ്സും മറ്റും പാക്ക് ചെയ്തു. വൈകുന്നേരം 4 മണിക്ക് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോയി. ജ്വാലയ്ക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ആദ്യമായാണ് ഫ്ലൈറ്റ് എടുക്കുന്നത്. അർജുൻ അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സിന്ദൂരയും അവളുടെ ഒപ്പം തന്നെ നിന്നു. എല്ലാവരും ക്ലിയറൻസ് കഴിഞ്ഞു ഫ്ലൈറ്റിൽ കയറി. 5 മണിക്ക് തന്നെ ഫ്ലൈറ്റ് എടുത്തു. രാത്രി 9 മണിക്ക് ഡൽഹിയിലെ വീട്ടിലുമെത്തി. ജ്വാല വീട്ടിലേക്ക് കയറാൻ പോയപ്പോൾ സിന്ദൂര തടഞ്ഞു. നിൽക്ക് മോളെ, ഒരു 5 മിനിറ്റ്. അവർ വാതിൽ തുറന്ന് അകത്തേക്ക് പോയി. പെട്ടെന്ന് തന്നെ ആരതിയുമായി വന്നു. അർജുനെയും ജ്വാലയെയും അടുത്ത് നിർത്തി അവർ ആരതി ഒഴിഞ്ഞു. പിന്നെ അവളുടെയും അർജുൻ്റെയും നെറ്റിയിൽ സിന്ദൂരം തൊട്ടുകൊടുത്തു. പിന്നെ അവളുടെ കൈ പിടിച്ചു അകത്തേക്ക് കയറ്റി. സോജൻ അവളുടെ ലഗേജ് ഹാളിൽ കൊണ്ടുവച്ചു. ആൻറ്റി, അങ്കിൾ, ഞാൻ പോകുക, അവൻ പറഞ്ഞുകൊണ്ട് അർജുൻ്റെയും ജ്വാലയുടെയും നേരെ കൈ ഉയർത്തി വീശി. പിന്നെ വാതിൽ കടന്നു പുറത്തിറങ്ങി. അവൻ്റെ ബൈക്ക് അവിടെ ഉണ്ടായിരുന്നു.
അതിൽ കയറി ഓടിച്ചുപോയി. ജ്വാല എന്തു ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. മോളെ, ഡ്രസ് മാറ്റി വാ, ഫുഡ് കഴിക്കാം. അർജുൻ അവളെയും കൂട്ടി തൻ്റെ റൂമിലേക്ക് നടന്നു. അവൾ റൂമാകെ ഒന്ന് നോക്കി. വലിയ റൂമാണ്. വീടിൻ്റെ കോൺ ആയതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ലൈറ്റ് ബ്ലൂ കളറിൽ ഡിസൈൻ ചെയ്ത കർട്ടൻ കൊണ്ട് മറച്ച വലിയ ജനാല ഉണ്ട്. വലിയ വാർഡ്രോബും കിങ് സൈസ് ബെഡും മറ്റൊരു ഭാഗത്ത് ചെറിയ ഗ്ലാസ് ടീപ്പോയും ഒരു ചെറിയ സെറ്റിയും ഡ്രസ്സിംഗ് ടേബിളും സീലിംഗ് ഫാനും AC-യും ഉണ്ട്. അർജുൻ അവൾക്ക് വാങ്ങിയ ഡ്രസ്സ് കാണിച്ചു കൊടുത്തു. ജ്വാല അതിൽ നിന്ന് ഒരു ടോപ്പും ലെഗിനും എടുത്ത് ബാത്റൂമിലേക്ക് കയറി വേഗം കുളിച്ച് ഡ്രസ്സ് മാറ്റി ഇറങ്ങി. അർജുനും വേഗം കുളിച്ചിറങ്ങി. അവർ തിരിച്ചു ഹാളിലെത്തുമ്പോൾ എല്ലാവരും കുളിച്ച് ഡ്രസ്സ് മാറ്റി എത്തിയിട്ടുണ്ട്. സിന്ദൂര വരുമ്പോൾ വാങ്ങിയ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും കുടിക്കാൻ ചൂടുവെള്ളവും എടുത്തു വച്ചിട്ടുണ്ട്. ജ്വാലയ്ക്ക് ഒരു എയിം കിട്ടിയില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. സിന്ദൂര അവളെ തൻ്റെയും അർജുൻ്റെയും നടുക്കിരുത്തി. അർജുൻ അവൾക്ക് ഫുഡ് വിളമ്പി കൊടുത്തു. എല്ലാവരും കഴിച്ചു തുടങ്ങി. ജ്വാലയ്ക്ക് അത് വളരെയധികം ഇഷ്ടമായി. രുചിയോടെ അവളത് കഴിച്ചു. എല്ലാവരും എഴുന്നേറ്റപ്പോൾ പാത്രങ്ങൾ കഴുകാനും സിന്ദൂരയ്ക്കും റോഷ്നയ്ക്കും ഒപ്പം ജ്വാലയും കൂടി. അർജുൻ ഹാളിൽ ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. മോള് പോയി കിടന്നോ? യാത്ര ക്ഷീണമില്ലേ? സിന്ദൂര പറഞ്ഞു. അത് കേൾക്കാൻ കാത്തു നിന്നതുപോലെ അർജുൻ വന്ന് അവളെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോയി. വാതിലടച്ചു. അർജുൻ അവൾക്ക് സ്ലീവ്ലെസ് നൈറ്റ് ഡ്രസ് എടുത്തു കൊടുത്തു. ഇതിട്ടു വാ. അവൾ എതിർക്കാതെ അത് വാങ്ങി ബാത്റൂമിൽ കയറി ഡ്രസ് മാറ്റി വന്നു. സമയം കളയാതെ അർജുൻ ലൈറ്റ് അണച്ചു അവളെയും കൊണ്ട് കട്ടിലേക്ക് മറിഞ്ഞു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്, അവൾ പറഞ്ഞു. ഡാർലിംഗ്, ഒരു റൗണ്ട് പ്ലീസ്. ജ്വാല പിന്നെ എതിർത്തില്ല. അർജുൻ 2 റൗണ്ടിലാണ് നിർത്തിയത്. ജ്വാല ക്ഷീണിച്ച് ഉറക്കം തുടങ്ങിയിരുന്നു. അർജുൻ അവളെയും കെട്ടിപ്പിടിച്ച് കണ്ണടച്ചു. ജ്വാല പിറ്റേന്ന് നേരത്തെ എഴുന്നേറ്റു. അർജുനെ നോക്കിയപ്പോൾ അവൻ നല്ല ഉറക്കം. അവൾ അവനെ നല്ലവണ്ണം പുതച്ചു കൊടുത്തു. തൻ്റെ ഡ്രസ്സും എടുത്തു ബാത്റൂമിൽ കയറി പെട്ടെന്ന് കുളിച്ചിറങ്ങി. അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വാതിൽ ചാരി. സിന്ദൂര എഴുന്നേറ്റിരുന്നു. അവർ കാപ്പിയിട്ടു. മോൾക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കി തരാം. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. സിന്ദൂര അവൾക്കൊരു കപ്പ് കാപ്പി കൊടുത്തു. അവൾ അത് കുടിച്ചുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്നു. സിന്ദൂര ചപ്പാത്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ജ്വാലയും സഹായിച്ചു. അതിനുശേഷം സീത പഠിപ്പിച്ച വെജിറ്റബിൾ സ്റ്റൂവും ഉണ്ടാക്കി. സഞ്ജയ് അപ്പോഴേക്കും എഴുന്നേറ്റ് കുളിച്ചു ഡ്രസ് മാറ്റി വന്നു. ജ്വാല അയാൾക്ക് കോഫി എടുത്ത് നീട്ടി. സഞ്ജയ് അത് വാങ്ങിക്കൊണ്ട് അവളുടെ തലയിൽ തലോടി. വൈകാതെ എല്ലാവരും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി എത്തി. എന്നിട്ടും അർജുനെ മാത്രം കണ്ടില്ല. ജ്വാല അവനെ വിളിക്കാൻ പോയി. അർജുൻ ഉണർന്നു കിടക്കുകയായിരുന്നു. അവളെ കണ്ടതും അവൻ പറഞ്ഞു, ഒരു കോഫി എടുത്തു വാ. ജ്വാല പിന്നെയും കിച്ചണിലേക്ക് നടന്നു. കോഫി എടുത്തു വന്നു. അർജുൻ അത് വാങ്ങി കുടിച്ചുകൊണ്ട് കപ്പ് തിരിച്ചു നൽകി. പിന്നെ അവളെ വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. കെട്ടിപ്പിടിച്ചു. അവൾ കുതറി മാറി. എഴുന്നേറ്റ് പോയി കുളിച്ചു വാ. എല്ലാവരും റെഡിയായി ഡൈനിങ് റൂമിലെത്തി. അവൻ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി. ഒരു സ്ലീവ്ലെസ് ബനിയനും 3/4 അവൻ ഇട്ടത്. അർജുൻ ഡൈനിങ് റൂമിൽ എത്തുമ്പോൾ എല്ലാവരും ചായ കുടിക്കാൻ ഇരുന്നിട്ടുണ്ട്. ആനന്ദും റോഷ്നയും ഹോസ്പിറ്റലിലേക്ക് പോകാൻ റെഡിയായി എത്തിയിട്ടുണ്ട്. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ജ്വാല ഉണ്ടാക്കിയ സ്റ്റൂ അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ബാബാ, ഞങ്ങളൊന്ന് പുറത്തു പോകും. ഇവൾക്ക് ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ പരിചയപ്പെടുത്തണം, അർജുൻ പറഞ്ഞു. ഓക്കെ, അയാൾ സമ്മതിച്ചു. 10 മണിയോടെ അർജുനും ജ്വാലയും നഗരം ചുറ്റാനിറങ്ങി. ഒരുവിധം സ്ഥലങ്ങളൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തി. വൈകുന്നേരം 5 മണിയോടെ അവർ തിരിച്ചെത്തി. പിന്നെ പിറ്റേന്ന് ജ്വാലയുടെ വീട്ടുകാർ വരുന്നതിൻ്റെ തിരക്കിലേക്ക് ഊളിയിട്ടു. പിറ്റേന്ന് വൈകുന്നേരത്തോടെ മഹിയും സംഘവും ഡൽഹി എയർപോർട്ടിലെത്തി. അർജുനും സോജനും അവരെ 2 കാറുകളിൽ കൂട്ടിക്കൊണ്ടുവന്നു. ജ്വാല ഗേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അവളും സിന്ദൂരയും സഞ്ജയും എല്ലാവരെയും സ്വീകരിച്ചു. ആനന്ദ് ഹോസ്പിറ്റലിലായിരുന്നു. ഒരു എമർജൻസി സർജറി ഉണ്ടായിരുന്നു അവന്. എല്ലാവരും വീട്ടിലേക്ക് കയറി. എല്ലാവരും ഹാളിലിരുന്നു. ജ്വാല അവരുടെ ലഗേജ് അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത റൂമുകളിൽ കൊണ്ടുവച്ചു. സിന്ദൂര ജ്യൂസുമായി വന്നു. എല്ലാവരും അത് കഴിച്ചു. അശ്വതി ജ്വാലയുടെ അടുത്തായിരുന്നു. അന്ന് അർജുന് ജ്വാലയെ അടുത്ത് കിട്ടിയില്ല. കിട്ടിയതോ രാത്രിയും. ആ വിഷമമൊക്കെ അവൻ നന്നായി തീർത്തു കൊടുത്തു.
അന്നും ജ്വാലയ്ക്ക് നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് അവൾക്ക് ഉറക്കം ശരിയാവാഞ്ഞിട്ട് കണ്ണ് പൊളിച്ചു. ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ അത് ശരിയാവുകയും ചെയ്തു. അന്ന് എല്ലാവരും ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ചു. പിറ്റേന്ന് മഹിയും സംഘവും കേരളത്തിലേക്ക് തിരിച്ചുപോയി. രാത്രി സംസാരത്തിനിടയിൽ അർജുൻ ജ്വാലയോട് ചോദിച്ചു, നിന്റെ ഡ്രീം എന്താ? ഐ മീൻ യുവർ ഫ്യൂച്ചർ പ്ലാൻ. ഡിഗ്രി കഴിഞ്ഞിട്ട്. അജി, എനിക്ക് പോലീസാവണം, IPS എടുക്കണം. എൻ്റെ ഡ്രീം അതാണ്, ജ്വാല പറഞ്ഞു. ഓക്കെ, അർജുൻ സമ്മതിച്ചു. ഞാൻ സഹായിക്കാം. നീ ഒരു ഹൈലി മോട്ടിവേഷണൽ സോങ് കേട്ടിട്ടുണ്ടോ? ഹം ഹോംഗെ കാമയാബ്, ഹം ഹോംഗെ കാമയാബ്, हम होंगे कामयाब एक दिन, हो मन में है विश्वास, पूरा है विश्वास, हम होंगे कामयाब एक दिन. നമ്മളൊരു ലക്ഷ്യത്തിൽ എത്താൻ അതിയായി ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചാൽ, പ്രയത്നിച്ചാൽ ഒരു ദിവസം നമ്മൾ ആ ലക്ഷ്യത്തിലെത്തിച്ചേരും. ജ്വാല മൂളിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ജ്വാല പാർട്ട് 1 ഇവിടെ അവസാനിച്ചു. പാർട്ട് 2 ജ്വാല IPS എന്ന പേരിലാണ് തുടങ്ങുന്നത്. വൈകാതെ തുടങ്ങുന്നതായിരിക്കും. ഈ സ്റ്റോറിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.